സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള ഡോക്ടർ മേരി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ രാജ്യത്തെ GST വരുമാനത്തിൽ വൻ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ശുഭകരമായ വാർത്ത തന്നെയാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11.5% വർധനവാണ് ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. രാജ്യം അതിവേഗം ദ്രുതഗതിയിൽ സാമ്പത്തിക ഔന്നത്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് എത്രത്തോളം ആക്കം കൂട്ടുന്നതാണ് പുതിയ സാഹചര്യങ്ങൾ? അതായത് കോവിഡ് കഴിഞ്ഞ് എക്കോണമി വളർച്ചയുടെ പാതയിലേക്ക് എത്തി എത്രയും വേഗം 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് എത്തണമെന്ന പ്രധാനമന്ത്രിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പോൾ ഇക്കോണമി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അതായത് GSTയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 1.78 ലക്ഷം കോടി രൂപ, അതായത് ഇതിനേക്കാൾ മുൻപ് 1.78 ലക്ഷം കോടി GST വരുമാനം ഇതിനു മുൻപ് ഒരു മാസത്തിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഏറ്റവും വലിയ വരുമാനത്തിലേക്കാണ് GST ഇപ്പോൾ കുതിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭോദാർക്കമായ ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഇതുപോലെ വളർച്ച പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2023-24 ആകുമ്പോഴത്തേക്കും 2 ലക്ഷം കോടിയിലധികമായി ഇത് വളർന്നേക്കാം എന്ന കണക്കുകൂട്ടലുകളും ഉണ്ട്. അപ്പൊ GSTയിലെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് കോർ സെക്ടറിന്റെ വളർച്ച. ഏതാണ് ഈ കോർ സെക്ടർ? വളരെ പരമപ്രധാനമായ മേഖല ചേർന്നതിനെയാണ് കോർ സെക്ടർ എന്ന് പറയുക. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തന്നെ വാതകം മുതൽ, അതായത് പെട്രോളിയം, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം റിഫൈനറീസ്, അതുപോലെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രി, ഇങ്ങനെ കെമിക്കൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, ഇവയൊക്കെ ചേർന്നതാണ് കോർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ ഉൽപാദനത്തില് അല്പം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വിലക്കയറ്റം ഉണ്ടായി കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ആഗ്രഹിച്ചത്ര വളർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പം ഈ കെമിക്കൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിലും വളർച്ച നല്ലവണ്ണം വേണം. അതായത് കോർ സെക്ടറിൽ പൊതുവെ നല്ല വളർച്ച കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെയാണ് GSTയിലെ വരുമാനം 1,78,00,000 1.78 ലക്ഷം കോടിയായിട്ട് ഉയരാൻ ഇടവന്നത്. അപ്പൊ ഇത് വളരെ നല്ല സൂചനയാണ്. ഇതുപോലെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ധനവർഷം 24-25 ധനവർഷത്തിൽ ഇത് 2 ലക്ഷം കോടിക്ക് മുകളിൽ പോകുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ചില ബെഞ്ച് മാർക്കിങ്ങുകൾ എത്താൻ സാധിക്കുന്നു എന്നതാണ്. കാരണം നമ്മൾ കോർ സെക്ടറിലെ വികസനം, കോർ സെക്ടറിലുണ്ടായ നിക്ഷേപവും അതിൽ നിന്നുള്ള വരുമാനവും തീർച്ചയായും വളർച്ചയിലേക്ക് നയിച്ചു. അതിൻ്റെ പല ഘടകങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ടൂളായി തന്നെ ടീച്ചർ ഒരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയായിട്ട് കൂടിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ടൂൾ, അതായത് GSTയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മാർക്കറ്റ് സർവേ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് സർവേ ഉൾപ്പെടെയുള്ള സാധ്യതകൾ വലിയൊരു തോതിൽ തുറന്നിടുന്നില്ലേ? അത്തരത്തിലൊരു സാധ്യത, അതായത് ഒരു സെക്കൻഡറി ഡാറ്റ, അല്ലെങ്കിൽ ഒരു GST കണക്കുകളെ ഒരു സെക്കൻഡറി ഡാറ്റയായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തുടർ നിക്ഷേപങ്ങൾക്ക് എത്ര കണ്ട് പ്രായോഗികമായി പ്രയോജനപ്പെടും? തീർച്ചയായിട്ടും ഇത് തുടർ നിക്ഷേപങ്ങൾക്ക് അനുകൂലമാണ്, പ്രചോദനമാണ്, കാറ്റലിസ്റ്റ് ആണ്. കാരണം ഇപ്പോ GSTയിലെ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് പോസിറ്റീവാണ്. അത് വേൾഡ് ബാങ്ക് അല്ല, UN എല്ലാവരും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമി മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന വളർച്ചാ നിരക്ക് കാഴ്ചവെക്കുമെന്ന് അവരെല്ലാം പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടെ GSTയുടെ വരുമാനം വളർന്നു. ഗ്രോസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കോർ സെക്ടറിന്റെ വളർച്ച നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്ന് വരുമ്പോൾ മുതൽ മുടക്കാൻ, അതായത് മൂലധന നിക്ഷേപത്തിന് കൂടുതൽ കോർപ്പറേറ്റുകൾ മുൻപോട്ട് വരും. അതുപോലെ തന്നെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭകരും മുൻപോട്ട് വരും. ഇത് തീർച്ചയായിട്ടും, അതായത് ഇപ്പൊ നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സെക്കൻഡറി ലെവൽ ഡേറ്റ സംസ്ഥാനത്ത്
വലിയ മാറ്റത്തിന് കളമൊരുക്കാനാണ് സാധ്യത. കാരണം ഇതുമൂലം കൂടുതൽ നിക്ഷേപം സമസ്ത മേഖലകളിലും വന്നേക്കാം. അങ്ങനെ സമസ്ത മേഖലകളിലും നിക്ഷേപം വരുമ്പോൾ തീർച്ചയായിട്ടും ഉയർന്ന വളർച്ചാ നിരക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല.